നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീത്. ഞാൻ റിജു രാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മഹാഭാരതത്തിലെ മൂന്നാമത്തെ അധ്യായമായിട്ടുള്ള വനപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള അളോപാഖ്യാന പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നളന്റെയും ദമയന്തിയുടെയും കഥ ഇത് ലോകം മുഴുവനും പ്രശസ്തമായിട്ടുള്ള ഒരു പ്രണയകഥയാണ്. അപ്പോൾ ഈ കഥ പറയാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം, യുധിഷ്ഠിരൻ വനവാസ സമയത്ത് അതീവ വിഷണ്ണനായിട്ടിരിക്കുന്ന സമയത്ത് ബൃഹദശ്വൻ എന്ന് പറയുന്ന മുനി അവിടെ വന്നു. ആ സമയത്ത് സ്വന്തം നിർഭാഗ്യത്തെക്കുറിച്ചിട്ട് ആലോചിച്ചിട്ട് യുധിഷ്ഠിരൻ ഭയങ്കരമായിട്ട് വിലപിച്ചുകൊണ്ട് ബൃഹദശ്വനോട് പറയാൻ വേണ്ടിയിട്ട് തുടങ്ങി. തന്നെ പോലെ വിഷമമനുഭവിക്കുന്ന വേറൊരു രാജാവ് ജീവിച്ചിരിപ്പുണ്ടോ, അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിരുന്നോ എന്നൊക്കെ എനിക്ക് സംശയമാണ്, ഞാനാണ് ഏറ്റവും വലിയ ദുഃഖം അനുഭവിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞ് യുധിഷ്ഠിരൻ വിലപിച്ചു. ആ സമയത്ത് ബൃഹദശ്വൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ കഥ. ഞാൻ മുമ്പ് ജീവിച്ചിരുന്ന ഒരു ആളുടെ കഥ ഞാൻ പറഞ്ഞു തരാം, എനിക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് യുധിഷ്ഠിരനും അർജുനൊഴിച്ച് ബാക്കിയുള്ള പാണ്ഡവർ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ബൃഹദശ്വൻ്റെ അടുത്ത് ഈ കഥ കേൾക്കുന്നത്. ബൃഹദശ്വനാണ് ഇപ്പോൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് മഹാഭാരതത്തിലെ ഒരു കഥനരീതിയാണ്. കഥാപാത്രങ്ങളാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. കഥ പറഞ്ഞു തുടങ്ങിയത് വൈശമ്പായനനാണ്. വൈശമ്പായനിൽ നിന്നും പിന്നീട് ഓരോ കഥാപാത്രങ്ങളായിട്ട് ഈ അതാത് കഥാസന്ദർഭങ്ങളുടെ സമയത്ത് ഓരോ രംഗങ്ങളിൽ കഥ പറയുന്നതായിട്ടാണ് ഇതിൻ്റെ കഥനരീതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. മഹാഭാരതത്തിൻ്റെ പല വിവർത്തനങ്ങളും മലയാളത്തിലേക്കുള്ളത് ചെറുപ്പം മുതലേ വായിക്കാൻ വേണ്ടിയിട്ട് പലപ്പോഴും അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പല പുസ്തകങ്ങളും ഓടിച്ചു നോക്കാൻ വേണ്ടിയിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിശദമായിട്ട് ഉള്ള ഒരു പുസ്തകം ഞാൻ ആദ്യമായിട്ടാണ് വായിക്കുന്നത്. വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന ഒരാളുടെ 3 വർഷത്തെ ഭഗീരഥ പ്രയത്നത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം വ്യാസഭഗവാൻ രചിച്ച 1,00,000-ൽ പരം ശ്ലോകങ്ങളെ മുഴുവനും മലയാളത്തിലേക്ക് ഗദ്യമായിട്ട് വിവർത്തനം ചെയ്തതാണ്. 6 വാല്യങ്ങളായിട്ട് DC ബുക്സ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പം ആ പുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്രയും വിശദമായിട്ടുള്ളൊരു കഥനം ഞാൻ വായിക്കുന്നത് ആദ്യമായിട്ടാണ്. മഹാഭാരതം പഠിക്കണം എന്നുള്ള തീവ്രമായിട്ടുള്ള ഒരു അഭിലാഷം ഉള്ളിൽ വന്ന സമയത്താണ് ഈ പുസ്തകം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും. 1968 പബ്ലിഷ് ആയിട്ടുള്ള ഒരു പുസ്തകമായിരുന്നു. അന്നിട്ട് 40 വാല്യങ്ങളായിട്ടായിരുന്നു ഇറങ്ങിയത്. പിന്നീട് അതിന് ശേഷം പിന്നെ DC ബുക്സ് ഇത് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വിദ്വാൻ കെ പ്രകാശത്തിനുള്ള വലിയൊരു നന്ദി ഈ സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ അർപ്പിക്കുകയാണ്. മലയാളത്തിന് അദ്ദേഹം കൊടുത്ത വലിയൊരു സംഭാവനയാണിതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ കണ്ടത് ദമയന്തിയുടെ രാജ്യമായിട്ടുള്ള വിദർഭയിൽ ഋതുവർണ്ണ, അയോധ്യയിലെ രാജാവായിട്ടുള്ള ഋതുവർണ്ണനോടൊപ്പം ബാഹുകൻ എന്നുള്ള പേരിൽ നളനും എത്തിച്ചേർന്നു. അപ്പോൾ ഈ ബാഹുകനെ എത്തിക്കാൻ വേണ്ടിയിട്ട് ദമയന്തി കാണിച്ച ഒരു ബുദ്ധിയായിരുന്നു തൻ്റെ സ്വയംവരമാണെന്നുള്ള കാര്യം അവിടെ അറിയിക്കുക എന്നുള്ളത്, അയോധ്യയിൽ അറിയിക്കാൻ വേണ്ടി. അതിനെ സ്വയംവരത്തെക്കുറിച്ചിട്ടുള്ള വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് പർണാദൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനെ അയോധ്യയിലേക്ക് മാത്രമായിട്ട് പറഞ്ഞു വിട്ടു. അങ്ങനെ അയോധ്യയിൽ നിന്നും 100 യോജന രഥം ഒരു പകൽ കൊണ്ട് ഓടിച്ചിട്ടാണ് നളൻ എന്ന് പറയുന്ന നളൻ ബാഹുവിൻ്റെ രൂപത്തിലാണ് ഓടിച്ചത്. അങ്ങനെ വരുന്ന വഴിക്ക് കലി അദ്ദേഹത്തിനെ വിട്ടുപോയി. ആ കഥയൊക്കെ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിദർഭയിൽ എത്തിയതിന് ശേഷവും ഈ വന്നിട്ടുള്ള ബാഹുകൻ തൻ്റെ ഭർത്താവായിട്ടുള്ള നളനാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ദമയന്തി സംശയം തീർക്കാൻ വേണ്ടിയിട്ട് തൻ്റെ തോഴിയായിട്ടുള്ള കേശിനിയെ വിട്ടിട്ട് പല പരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്, പല രീതിയിലുള്ള നിരീക്ഷണങ്ങളും നടത്തുന്നുണ്ട്. അതെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏറ്റവും അവസാനം നളനുണ്ടാക്കിയ മാംസക്കറി കഴിച്ചപ്പോൾ ആ സ്വാദ് മനസ്സിലാക്കിയപ്പോൾ അത് നളൻ തന്നെയാണെന്ന് ഏകദേശം ധാരണയായി. എന്നിട്ടും ദമയന്തിക്ക് പൂർണ്ണമായിട്ട് ഒരു ഉറപ്പുണ്ടായില്ല. രൂപത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും സംശയമാണ്. നളൻ്റെ രൂപമായിട്ട് യാതൊരു സാമ്യവുമില്ല, പക്ഷേ നളൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ സംശയം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് തൻ്റെ ദാസിയായിട്ടുള്ള ബുദ്ധിമതിയായിട്ടുള്ള കേശിനിയോടൊപ്പം തൻ്റെ മക്കളെ നളൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. കേശിനിയോടൊപ്പം 2 കുട്ടികളെ കണ്ടു. അത് തൻ്റെ കുട്ടികളാണെന്ന് ഒറ്റ കാഴ്ചയിൽ തന്നെ നളന് മനസ്സിലായി. തൻ്റെ കുട്ടികളാണെന്ന് മനസ്സിലായപ്പോൾ ആ കുട്ടികളെ പുണരുകയും അവരെ മടിയിലിരുത്തി ലാളിക്കുകയും ഒക്കെ ചെയ്തു. ശേഷം അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി. അപ്പം കേശിനിയുടെ മുമ്പിൽ വെച്ചിട്ട് തൻ്റെ വികാരവിക്ഷോഭങ്ങൾ ഇങ്ങനെ കാണിക്കുന്നതിൽ പെട്ടെന്ന് ബോധവാനായിട്ടുള്ള നളൻ ആ കുട്ടികളെ കേശിനിയെ തിരിച്ചേൽപ്പിച്ചിട്ട് പറഞ്ഞു, എൻ്റെ 2 മക്കളുണ്ട്, അവരെ കണ്ടാലും ഇതുവരെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇവരെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ കുട്ടികളുടെ കാര്യം ഓർമ്മ വന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കണ്ണുനീർ വാർത്തത്. പിന്നെ ഭവതി എപ്പോഴും ഇങ്ങനെ എന്നെ കാണാൻ വരുന്നത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങളെ പുറത്തുനിന്നും വന്നിട്ടുള്ള അതിഥികളാണ്. ഭവതി എപ്പോഴും എന്നെ ഇങ്ങനെ സന്ദർശിച്ചു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ എന്തെങ്കിലും പറയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭവതി എത്രയും പെട്ടെന്ന് തന്നെ ഈ കുട്ടികളുമായിട്ട് ഇവിടെ നിന്ന് പൊക്കോളൂ എന്ന് പറഞ്ഞു. ഈ വാർത്ത കേശിനി എന്നിട്ട് ദമയന്തിയുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു. അപ്പം ഇതും കൂടി കേട്ട് കഴിഞ്ഞപ്പോൾ ദമയന്തിക്ക് ഉറപ്പായി രൂപം മാറിയെങ്കിലും വന്നിട്ടുള്ളത് തൻ്റെ ഭർത്താവായിട്ടുള്ള നളനാന്നുള്ള കാര്യം ദമയന്തി ഉറപ്പിച്ചു. അങ്ങനെ അവൾ ആ വാർത്ത തൻ്റെ അമ്മയോട് പറഞ്ഞു. അമ്മയോട് പറഞ്ഞിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് വേണമെങ്കിൽ അച്ഛനോട് പറയാതെ ഇരിക്കുക, അമ്മയുടെ ഇച്ഛയ്ക്കനുസരിച്ച് അമ്മ ചെയ്തോളൂ. എന്തായാലും എനിക്ക് ഒന്നെങ്കിൽ ബാഹുവിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ അല്ലെങ്കിൽ ബാഹുവിൻ്റെ അടുത്തേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള അനുവാദം അമ്മ
തരണം. അത് അച്ഛനോട് ചോദിച്ചിട്ടോ അല്ലാതെയോ ചെയ്യാം എന്ന് പറഞ്ഞു. ബൃഹദശ്വൻ കഥ തുടരുകയാണ്. മാതാപിതാക്കളുടെ സമ്മതപ്രകാരം തൻ്റെ മക്കളുമൊത്ത് ദമയന്തി ആ ബാഹുവൻ താമസിക്കുന്ന ഗ്രഹത്തിലേക്ക് പ്രവേശിച്ചു. ദമയന്തിയെ കണ്ട ഉടനെ നളന് തൻ്റെ കണ്ണുനീരടക്കാൻ പറ്റിയില്ല. കണ്ണുനീർ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയെ ഒഴുകാൻ തുടങ്ങി. ഇത് കണ്ടിട്ട് ദമയന്തിക്കും ശോകമടക്കിയില്ല. തൻ്റെ ഭർത്താവിൻ്റെ രൂപമല്ലെങ്കിൽ കൂടി ഇത് തൻ്റെ ഭർത്താവാണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ദമയന്തിയുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ ധാരധാരയെ ഒഴുകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ജട പിടിച്ച തലമുടിയോടും കാഷായ വസ്ത്രങ്ങളോടും ചെളി പിടിച്ച ശരീരത്തോടും കൂടിയിട്ടുള്ള ദമയന്തി ബാഹുവിനോട് ഇങ്ങനെ പറഞ്ഞു: ബാഹു, അങ്ങ് മുമ്പെങ്ങാനും കാട്ടിലെ ഒറ്റയ്ക്ക് ഉറങ്ങിക്കിടന്ന തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പോയ ഒരു പുരുഷനെ എവിടെയെങ്കിലും കാണുകയുണ്ടായിട്ടുണ്ടോ? വിജനമായിട്ടുള്ള കാട്ടില് തളർന്നുറങ്ങിയ തൻ്റെ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് പോയ നളൻ എന്ന് പറയുന്ന ഒരാളെ കുറിച്ചിട്ട് അങ്ങ് കേട്ടിട്ടുണ്ടോ? ആ രാജാവിന് ഞാൻ ബാല്യം മുതൽ എന്തെങ്കിലും അപരാധം ചെയ്തതായിട്ട് അങ്ങേക്ക് അറിയാമോ? സാക്ഷാൽ ദേവതകൾ എന്നെ ആഗ്രഹിച്ച് സ്വയംവരം കഴിക്കാൻ വേണ്ടിയിട്ട് അന്ന് വന്നതാണ്. അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഈ നളനെ സ്വീകരിച്ചത്. നളൻ്റെ കുട്ടികളുടെ അമ്മയായിട്ട് കൂടി എന്നെ എന്തിനാണ് അദ്ദേഹം അങ്ങനെ കാട്ടിൽ ഉപേക്ഷിച്ചിട്ട് പോയത്? ദേവന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് നിസാക്ഷിയായിട്ട് വിവാഹം കഴിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരിക്കലും എന്നെ വിട്ടുപിരിയില്ല എന്ന് വാക്ക് തന്നതാണ്. ആ സത്യം ഇപ്പോൾ എവിടെ പോയി? അങ്ങ് ഒന്ന് പറയൂന്ന് ബാഹുവിനോട് ദമയന്തി പറഞ്ഞു. ബൃഹദശ്വൻ കഥ തുടരുകയാണ്. ദമയന്തി വാക്കുകൾ പറയുമ്പോൾ അവളുടെ മാൻമിഴികൾ നിറഞ്ഞ് അത് ചുവന്നു കലങ്ങി കണ്ണുനീര് പ്രവഹിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടിട്ട് നളനും അതിഭയങ്കരമായിട്ടുള്ള ദുഃഖത്തിലായി. നളൻ മറുപടി പറഞ്ഞു: എടോ, ഞാൻ രാജ്യം നഷ്ടപ്പെടുത്തിയത് എൻ്റെ കുറ്റം കൊണ്ടല്ല. അങ്ങനെ രാജ്യം നഷ്ടപ്പെടുത്തിയതും ഭവതിയെ ഞാൻ ഉപേക്ഷിച്ചതും അത് എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ ചെയ്ത കാര്യമല്ല. കലിയുടെ ആവേശം കൊണ്ട് ബുദ്ധി നശിച്ച ഞാൻ ചെയ്ത പ്രവൃത്തികളാണത്. നീ കാട്ടിൽ എന്നെ അന്വേഷിച്ച് ചുറ്റി നടന്ന് അതിഭയങ്കരമായിട്ടുള്ള വിഷമത്തിലും കോപത്തിലും നീ ആരാണോ ഇതിന് കാരണക്കാരൻ അയാൾ ഭയങ്കരമായിട്ടുള്ള ദുഃഖത്തിൽ അലയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ശപിച്ചിട്ടുണ്ടായിരുന്നില്ലേ? ആ ശാപം കലിക്ക് ഏറ്റിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തീക്കുള്ളിൽ തീ കിടന്ന് ദഹിക്കുന്നത് പോലെ അവനെൻ്റെ ഉള്ളിൽ ദഹിച്ചുകൊണ്ടാണ് കലി എൻ്റെ ഉള്ളിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ തപോബലത്താലും അവന് എൻ്റെ ഉള്ളിൽ അതിഭയങ്കരമായിട്ടുള്ള വിഷമം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഭവതി, ഇപ്പോൾ നമ്മളുടെ ദുഃഖമെല്ലാം അകലാൻ വേണ്ടിയിട്ടുള്ള സമയമായിരിക്കുന്നു. കലി എന്നെ വിട്ടുപോയിരിക്കുകയാണ്. ഞാൻ ഇവിടെ വന്നത് ഭവതിയെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്, അല്ലാതെ വേറൊരു കാര്യത്തിനും വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നത്. പക്ഷേ അനുയോജ്യനായിട്ടുള്ള ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്നറിയാതെ രണ്ടാമത്തെ ഒരു സ്വയംവരത്തിന് വേണ്ടിയിട്ട് നീ തയ്യാറായില്ലേ? നിന്റെ സ്വയംവര വാർത്ത അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രാഹ്മണൻ അയോധ്യാപുരിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അയോധ്യാപുരിയിൽ എത്തിയിട്ട് നിന്റെ രണ്ടാമത്തെ സ്വയംവരത്തിൻ്റെ കാര്യം അവിടെ വന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഭീമരാജാവ് ഭൂലോകത്തെ മുഴുവനും വിളംബരം ചെയ്ത് ഈ വാർത്ത അറിയിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഋതുപർണ രാജാവ് നിന്റെ സ്വയംവരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്നോടൊപ്പം എത്തിച്ചേർന്നിട്ടുള്ളത്. ബൃഹദശ്വൻ കഥ തുടരുകയാണ്. ഈ സ്വയംവര വാർത്തയെക്കുറിച്ചിട്ട് നളൻ പറയുന്നത് കേട്ടിട്ട് ഭയന്ന് വിറച്ച് കൈകൾ കൂപ്പിക്കൊണ്ട് ദമയന്തി നളനോട് പറഞ്ഞു: ഭവാൻ എന്നെ ആലോചിച്ചിട്ട് സംശയിക്കരുതേ. ദേവന്മാരെ പോലും വിട്ടുകളഞ്ഞിട്ട് ഭവാനെ വേട്ടവളാണ് ഞാൻ. അങ്ങേ കാണാതതിന് ശേഷം ഞാൻ തിരിച്ച് എൻ്റെ രാജ്യത്ത് വന്നതിന് ശേഷം അങ്ങേ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വിവിധ രാജ്യങ്ങളിലേക്ക് നമ്മളുടെ കഥകൾ പറയാൻ വേണ്ടിയിട്ട് ബ്രാഹ്മണരെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങ് മാത്രമാണ് പ്രതികരിച്ചത്. അതുകൊണ്ട് അങ്ങേ ഇവിടെ എത്രയും വേഗം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു കഥയുണ്ടാക്കി അയോധ്യയിലേക്ക് ഞാൻ പർണാദനെ അയച്ചത്. വേറൊരു രാജ്യത്തേക്കും ഒരു ദൂതനും പോയിട്ടില്ല. അങ്ങിത് വിശ്വസിക്കണം. 100 യോജന ഒരു പകലുകൊണ്ട് രഥമോടിച്ചിട്ട് എത്താൻ വേണ്ടിയിട്ട് അങ്ങല്ലാതെ വേറെ ആർക്കാണ് സാധിക്കുന്നത്? അങ്ങനെ 100 യോജന ഒരു പകലുകൊണ്ട് ഓടിച്ചിവിടെ എത്തിക്കുകയാണെങ്കിൽ അത് അങ്ങാണെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സൂത്രം പ്രയോഗിച്ചത്. ഭവാനെ, ഞാൻ ഈ പറയുന്നത് സത്യമാണ്. ഞാൻ ഭവാന്റെ കാല് പിടിച്ച് പറയുകയാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു പാപവും ചെയ്തിട്ടില്ല. അങ്ങേയല്ലാതെ വേറൊരു പുരുഷനെ കുറിച്ചിട്ട് ഞാൻ ചിന്തിക്കുക പോലും ചെയ്തിട്ടില്ല. ഈ ലോകം മുഴുവനും സർവസാക്ഷിയായിട്ടുള്ള വായു ഭഗവാൻ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ. ആകാശത്തിൽ സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യഭഗവാൻ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ പ്രാണൻ അപഹരിച്ചുകൊള്ളട്ടെ. കർമ്മസാക്ഷിയായിട്ടുള്ള ചന്ദ്രൻ ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എൻ്റെ ജീവൻ അപഹരിച്ചുകൊള്ളട്ടെ. ഈ 3 ലോകങ്ങളും ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ദേവതകൾ സത്യം വെളിപ്പെടുത്തട്ടെ. ഉടനെ വായുദേവൻ ആകാശത്തിൽ നിന്നും വിളിച്ചു പറഞ്ഞു: രാജാവേ, ഇവൾ പാപമൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 3 വർഷമായിട്ട് ഇവളുടെ സംരക്ഷകയായിട്ട് ഞങ്ങൾ സദാസമയം ഇവളോടൊപ്പം ഉണ്ടായിരുന്നു. ഇവള് അങ്ങയുടെ കീർത്തി വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്തത്. അങ്ങയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ദൂതനെ അയോധ്യയിലേക്ക് അയക്കുക മാത്രമേ അവൾ ചെയ്തിട്ടുള്ളൂ. അവളുടെ സ്വയംവരമൊന്നും നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നില്ല. അവൾ ചെയ്ത ഈ ഒരു ഉപായം അങ്ങയെ കാണുന്നതിന് വേണ്ടിയിട്ട് മാത്രം അവൾ ചെയ്തതാണ്. 100 യോജന ഒരു പകലുകൊണ്ട്, 100 യോജന എന്ന് പറഞ്ഞാൽ ഏകദേശം
1300 കിലോമീറ്റർ വരും. ഇത്രയും ദൂരം ഒരു പകൽ കൊണ്ട് ഓടിച്ചെത്താൻ വേണ്ടിയിട്ട് ഭവാനല്ലാതെ ആർക്കാണ് സാധിക്കുന്നത്? വായുദേവൻ തുടർന്നു. അങ്ങൊട്ടും ശങ്കിക്കേണ്ടതില്ല. അങ്ങയുടെ ഭാര്യയായിട്ടുള്ള പതിവ്രതയായിട്ടുള്ള ദമയന്തി ഒരു തെറ്റും ചെയ്തിട്ടില്ല. വായു ഇപ്രകാരം പറഞ്ഞപ്പോൾ ദുന്ദുഭിനാദത്തോടു കൂടിയിട്ട് ആകാശത്ത് നിന്നും പുഷ്പവൃഷ്ടി ഉണ്ടായി. ഈ അത്ഭുതമായിട്ടുള്ള കാഴ്ച കണ്ടിട്ട് നളൻ ഉടനെ തന്നെ നാഗരാജാവ് തനിക്ക് തന്ന ദിവ്യമായിട്ടുള്ള വസ്ത്രം എടുത്ത് ധരിച്ചു. അപ്പോൾ നളന്റെ വികൃത രൂപമെല്ലാം മാറിയിട്ട് നളന്റെ പഴയ കാന്തിയോട് കൂടിയിട്ടുള്ള ശരീരവും മുഖവും എല്ലാം തിരിച്ചു കിട്ടി. തൻ്റെ ഭർത്താവിനെ പൂർവമായിട്ടുള്ള കാന്തിയോട് കൂടിയിട്ട് തിരിച്ചു കിട്ടിയ ദമയന്തി പ്രണയപരവശയായിട്ട് നളനെ പുണർന്നു. അങ്ങനെ അവർ രണ്ടുപേരും പരസ്പരം പുണർന്നു. അവരുടെ കണ്ണുനീർ കൊണ്ട് രണ്ടുപേരും പരസ്പരം നനഞ്ഞു. സുന്ദരനായിട്ടുള്ള നളൻ തൻ്റെ ഭാര്യയെ വീണ്ടും വീണ്ടും ആശ്ലേഷിക്കുകയും അതോടൊപ്പം തന്നെ തൻ്റെ മക്കളെ രണ്ടുപേരെയും നെറുകയിൽ ചുംബിച്ച് രണ്ടുപേരെയും മടിയിലിരുത്തി ലാളിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഭൈമിയുടെ മാതാവ്, ദമയന്തിയുടെ മാതാവ് ഈ വൃത്താന്തങ്ങളെല്ലാം ഭീമരാജാവിനെ അറിയിച്ചു. ഇത് കേട്ടിട്ട് വളരെ സന്തോഷവാനായിട്ടുള്ള ഭീമരാജാവ് പറഞ്ഞു, ഞാൻ ദേഹശുദ്ധി വരുത്തിയതിന് ശേഷം നാളെ രാവിലെ വന്നിട്ട് അവരെ കണ്ടുകൊള്ളാം എന്ന് പറഞ്ഞു. പിന്നെ 4 വർഷങ്ങൾക്ക് ശേഷം നളനും ദമയന്തിയും വീണ്ടും കാട്ടിൽ വെച്ച് നടന്ന പല സംഭവങ്ങളും പരസ്പരം പറഞ്ഞുകൊണ്ട് രാത്രി മുഴുവനും നളനും ദമയന്തിയും ചിലവഴിച്ചു. 4 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ വീണ്ടും ഒരുമിച്ചത്. 4 വർഷങ്ങൾക്ക് ശേഷം തൻ്റെ ഭാര്യയെ തിരിച്ചു കിട്ടിയ നളനും ദമയന്തിയും അവരുടെ സർവ്വകാമങ്ങളും പൂർത്തീകരിച്ചു. വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്തിട്ട് അവിടെയുള്ള ചെടികൾ എങ്ങനെയാണോ ഉണർവോട് കൂടിയിട്ട് വന്നത്, അങ്ങനെ ദമയന്തി വീണ്ടും ജീവിതത്തിൽ സന്തോഷത്തോടു കൂടിയിട്ടും ഉണർവോടു കൂടിയിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബൃഹദശ്വൻ കഥ തുടരുകയാണ്. നേരം വെളുത്തതിന് ശേഷം നളൻ സർവാഭരണ വിഭൂഷിതനായി, അതേപോലെ തന്നെ പഴയ കാന്തിയോട് കൂടിയിട്ട് വൃത്തിയായിട്ടുള്ള ശരീരത്തോടു കൂടിയിട്ടും സർവാഭരണ വിഭൂഷിതയുമായിട്ട് ദമയന്തിയും നളനും രണ്ടുപേരും കൂടി പൂർവ്വമായിട്ടുള്ള കാന്തിയോട് കൂടിയിട്ട് ദമയന്തിയുടെ അച്ഛനായിട്ടുള്ള ഭീമനെ ചെന്ന് മുഖം കാണിച്ചു. ഭീമൻ അവരെ വാത്സല്യത്തോടു കൂടിയിട്ട് തഴുകി രണ്ടുപേരോടും തൻ്റെ മനസ്സിലുള്ള സന്തോഷമൊക്കെ വാക്കുകളിലൂടെ അറിയിച്ചു. ആ സമയത്ത് നളൻ തൻ്റെ സേവനസന്നദ്ധത ഭീമനെ അറിയിച്ചു. ഈ വർത്തമാനം വിദർഭയിലെങ്ങും പരന്നതോടു കൂടിയിട്ട് അവിടെയെങ്ങും ഭയങ്കരമായിട്ടുള്ള ആഘോഷമായി. ദമയന്തിയുടെയും നളന്റെയും വേർപാട് അവിടെ വലിയൊരു ദുഃഖമുണ്ടാക്കിയിരിക്കുകയായിരുന്നു. അപ്പോൾ ജനങ്ങളെല്ലാവരും അത് വലിയൊരു ആഘോഷമാക്കി മാറ്റി. അവിടെ നടക്കുന്ന വലിയൊരു ആഘോഷമായിട്ട് നളന്റെയും ദമയന്തിയുടെയും സമാഗമം കാരണമായി. വീടുകളെല്ലാം അലങ്കാരം ചെയ്തു, അവരെ പാതകളെല്ലാം അലങ്കരിച്ചു. അമ്പലങ്ങളിലൊക്കെ പ്രത്യേകതയുള്ള പൂജകളൊക്കെ നളനും ദമയന്തിക്കും വേണ്ടിയിട്ട് നടത്താൻ വേണ്ടിയിട്ട് തുടങ്ങി. വലിയ ഉത്സവത്തിന് നടത്തുന്നത് പോലെ തന്നെ അവിടെയുള്ള ജനങ്ങളെല്ലാവരും കൂട്ടമായിട്ട് നളനെയും ദമയന്തിയും കാണാൻ വേണ്ടിയിട്ട് പുതിയ വസ്ത്രങ്ങളുമൊക്കെ അണിഞ്ഞ് സമ്മാനങ്ങളുമൊക്കെ ആയിട്ട് കൊട്ടാരത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് തുടങ്ങി. തന്നോടൊപ്പം തന്നെ ബാഹുകൻ നളനാണെന്ന് അറിഞ്ഞ ഋതുപർണന് വളരെ സന്തോഷമായി. അദ്ദേഹം നളനെ കണ്ട് നളനോട് മാപ്പ് ചോദിച്ചു. നളനും പല കാരണങ്ങൾ പറഞ്ഞ് തിരിച്ച് ഋതുപർണനോട് മാപ്പ് ചോദിച്ചു. മഹാനായിട്ടുള്ള ഋതുപർണ രാജാവ് മന്ദസ്മിതത്തോടു കൂടിയിട്ട് നളനോട് പറഞ്ഞു, അങ്ങയുടെ ഭാര്യയായിട്ടുള്ള ദമയന്തിയോടുകൂടി ചേർന്നതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങ് അജ്ഞാതവാസകാലത്ത് എൻ്റെ കൊട്ടാരത്തിലാണ് കഴിഞ്ഞത്. ആ സമയത്ത് ഞാൻ എൻ്റെ അറിഞ്ഞുകൊണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നാലും എൻ്റെ ഭാഗത്തു നിന്നും അങ്ങയെ വിഷമിപ്പിക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങയോട് ക്ഷമ ചോദിക്കുകയാണ്. നളനപ്പോൾ ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, ഭവാൻ എന്നോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. അഥവാ തെറ്റു ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ അതിലൊരു ദോഷവും പറയാൻ വേണ്ടിയിട്ടില്ല. ഭവാന്റെ സാരഥിയായിട്ടാണ് ഞാൻ അവിടെ കഴിഞ്ഞത്. പക്ഷേ ഭവാൻ എന്നെ സാരഥിക്ക് പകരം ഒരു സുഹൃത്തായിട്ടാണ് കണ്ടത്. തന്നെയല്ല, നമ്മൾ നേരത്തെ തന്നെ ബന്ധുക്കളുമാണല്ലോ. അതുകൊണ്ട് ഭവാനോട് എനിക്ക് എന്നും സന്തോഷവും ബഹുമാനവും മാത്രമേ ഉള്ളൂ. അതിലെനിക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. പിന്നെ ഭവാന് എനിക്ക് അക്ഷവിദ്യ ഉപദേശിച്ചു തന്നുകൊണ്ടാണ് കളി എന്നെ വിട്ടു പോയത്. എനിക്കതുകൊണ്ട് ഭവാന് തിരിച്ച് അശ്വഹൃദയ വിദ്യ ഉപദേശിച്ചു തരണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് അങ്ങ് എൻ്റെ അടുത്ത് നിന്നും അശ്വഹൃദയ വിദ്യ സ്വീകരിച്ചാലും എന്ന് പറഞ്ഞിട്ട് നളൻ അശ്വഹൃദയ വിദ്യ ഋതുപർണന് പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് തന്നെ ഗണിതവിദ്യയും തനിക്കറിയാവുന്ന വിദ്യകളൊക്കെയും ഋതുപർണൻ നളനും പറഞ്ഞു കൊടുക്കുകയുണ്ടായി. അങ്ങനെ വളരെ സന്തുഷ്ടനായിട്ടുള്ള ഋതുപർണ രാജാവ് വേറൊരു സാരഥിയോടൊപ്പം തിരിച്ച് തൻ്റെ രാജ്യമായിട്ടുള്ള അയോധ്യയിലേക്ക് നളനോടും ഭീമരാജാവിനോടും ദമയന്തിയോടും അനുവാദം ചോദിച്ചിട്ട് തിരിച്ചുപോയി. ബൃഹദശ്വൻ കഥ തുടരുകയാണ്. കുണ്ടിനം എന്ന് പറഞ്ഞാൽ വിദർഭ തന്നെയാണ്. അവിടെ 1 മാസം താമസിച്ചതിന് ശേഷം നളൻ വെളുത്ത ഒറ്റത്തേരിൽ 16 ആനകളോടും 50 അശ്വങ്ങളോടും 600 കാലാൾപ്പടയോടും കൂടിയിട്ട് ഭൂമിയെ വിറപ്പിക്കുമാറ് തൻ്റെ രാജ്യമായിട്ടുള്ള നിഷിധത്തിൽ എത്തിച്ചേർന്നു. നിഷിധത്തിലെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്ന ഉടനെ വീരനായിട്ടുള്ള നളൻ തൻ്റെ അടുത്തു നിന്നും ചതിച്ച് രാജ്യം കൈക്കലാക്കിയ തൻ്റെ സഹോദരനായിട്ടുള്ള പുഷ്കരനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, എടോ പുഷ്കര, ഇനി നമുക്ക് തമ്മിലൊന്ന് ഒന്നുകൂടി ചൂത് കളിച്ചു നോക്കാം. ഇത് ഒരു കളി മാത്രമുള്ള ഒരു ചൂതാണ്. ഈ ചൂതിൽ എല്ലാം പണയം വെക്കും. ഞാൻ എൻ്റെ ദമയന്തിയും രാജ്യവും എൻ്റെ ധനവും മുഴുവനും നിനക്ക് ഞാൻ പണയം വെക്കും.
അതോടൊപ്പം തന്നെ ജീവനും. നീയും തിരിച്ച് നിന്റെ കയ്യിലുള്ള മുഴുവൻ സമ്പത്തും നിന്റെ ജീവനും എനിക്ക് തിരിച്ച് പണയം വെക്കണം. നീ അത് നിനക്ക് സമ്മതമല്ല എങ്കിൽ നീ ദ്വന്ദ്വയുദ്ധത്തിന് ഒരുങ്ങുക. ഒന്നെങ്കിൽ നീ ആയുധമെടുത്ത് യുദ്ധത്തിന് വേണ്ടിയിട്ട് ഒരുങ്ങുക, അല്ലെങ്കിൽ ചൂതിനൊരുങ്ങുക. സ്വന്തം രാജ്യം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് ചൂത് കളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നുള്ളതാണ് ധർമ്മജ്ഞന്മാർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഒന്നെങ്കിൽ നീ ചൂതിന് തയ്യാറാവുക, അല്ലെങ്കിൽ യുദ്ധത്തിന് തയ്യാറാവുക എന്ന് പറഞ്ഞ് പുഷ്കരനെ നളൻ വെല്ലുവിളിച്ചു. ബൃഹദശൻ കഥ തുടരുകയാണ്. ചൂത് കളിച്ചാൽ എപ്പോഴും ജയിക്കുക താൻ തന്നെയാണെന്നുള്ള അഹങ്കാരം പുഷ്കരനുണ്ടായിരുന്നു. അതുകൊണ്ട് വളരെ പുച്ഛത്തോടു കൂടിയിട്ട് പുഷ്കരൻ നളനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. എൻ്റെ ഭാഗ്യം, ഭവാൻ വീണ്ടും ചൂത് കളിക്ക് വേണ്ടിയിട്ട് വന്നിരിക്കുന്നു. എൻ്റെ ഭാഗ്യം, ഭവാൻ വീണ്ടും ദമയന്തിയുമായിട്ട് വന്നിരിക്കുന്നു. ഭവാൻ ഇതാ ഭാര്യയോട് കൂടിയിട്ട് ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ അതെല്ലാം എൻ്റെ സ്വന്തമാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ അങ്ങയെ ചൂതിൽ തോൽപ്പിച്ചു കഴിഞ്ഞാൽ അങ്ങയുടെ ഭാര്യയായിട്ടുള്ള ദമയന്തി ഇന്ദ്രനെ അപ്സരസ് വേൾക്കുന്നത് പോലെ എന്നെ വന്ന് വേൾക്കും. എന്താണ് നളൻ വീണ്ടും വരാത്തതെന്ന് ചിന്തിച്ചിട്ട് ഞാൻ ഇരിക്കുകയാണ്. ഞാൻ എല്ലാവരുമായിട്ടും ഞാൻ ചൂത് കളിക്കാറില്ല. എന്നോടൊപ്പം യോഗ്യതയുള്ളവരുമായിട്ട് മാത്രമേ ഞാൻ ചൂത് കളിക്കാറുള്ളൂ. ദമയന്തി ഇതാ വീണ്ടും എൻ്റെ സ്വന്തമാകാൻ വേണ്ടിയിട്ട് പോവാണ്. അങ്ങെന്താണ് ഇത്രയും താമസിക്കുന്നതെന്നോർത്ത് ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞിട്ട് പുഷ്കരൻ നളനെ പരിഹസിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. ബൃഹദശൻ കഥ തുടരുകയാണ്. പുഷ്കരൻ്റെ ഈ അധിക പ്രസംഗം കേട്ടപ്പോൾ വാളെടുത്തിട്ട് പുഷ്കരൻ്റെ ശിരസ് ഛേദിക്കാൻ വേണ്ടിയിട്ടുള്ള കോപമാണ് നളനുണ്ടായത്. പക്ഷേ പുരുഷനായിട്ടുള്ള നളൻ അതെല്ലാം ഉള്ളിൽ ഒതുക്കി ഒരു മന്ദസ്മിതത്തോടു കൂടിയിട്ട് പുഷ്കരനോട് പറഞ്ഞു, പുഷ്കര, നീ ചൂതിന് വേണ്ടിയിട്ട് തയ്യാറാവൂ, നമുക്കൊന്ന് ചൂത് കളിച്ച് നോക്കാം എന്ന് പറഞ്ഞു. ബൃഹദശൻ പറഞ്ഞു. അവർ തമ്മിൽ ചൂതാട്ടം നടന്നു. ആദ്യത്തെ കളിയിൽ തന്നെ പുഷ്കരൻ ദയനീയമായി പരാജയപ്പെട്ടു. അങ്ങനെ പുഷ്കരൻ്റെ ജീവൻ ഉൾപ്പെടെ പുഷ്കരൻ്റെ മുഴുവൻ സ്വത്തും നളന്റെ അധീനതയിലായി. ആ സമയത്ത് പുഷ്കരനോട് നളൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എടാ മൂഢ, നീ എന്നെ തോൽപ്പിച്ചത് നിന്റെ കഴിവുകൊണ്ടല്ല, അന്ന് എന്നെ കലി ആവേശിച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നിനക്കെന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റിയത്. നീ ഇപ്പോൾ നിന്റെ സർവ്വ സ്വത്തുക്കളോട് കൂടിയിട്ട്, നീ ഇപ്പോൾ നിന്റെ സർവ്വധനത്തോടും കൂടിയിട്ട് ഭൈമിയുടെ ദമയന്തിയുടെ ദാസനായി തീർന്നിരിക്കുന്നു. പണ്ട് ഞാൻ നിന്നോട് കളിച്ച് തോറ്റത് നിന്റെ കഴിവുകൊണ്ടല്ല, അത് കലി എന്നിൽ ബാധിച്ചതുകൊണ്ട് മാത്രമാണ് നിനക്കെന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത്. എടാ മൂഢ, നീ അതൊന്നും അറിഞ്ഞിട്ടില്ല, നീ ഒരു വിഡ്ഢിയാണ്. കലി മൂലം വരുത്തിവെച്ച ഈ പ്രശ്നങ്ങൾ അത് ഞാൻ നിന്റെ പുറത്ത് ആരോപിക്കുന്നില്ല. എന്നോട് ചൂത് കളിക്കാൻ വരുന്നതിന് മുമ്പ് നിനക്ക് എന്തൊക്കെ ധനമുണ്ടായിരുന്നുണ്ടോ അതൊക്കെല്ലാം നിന്നോട് ക്ഷമിച്ച് ഞാൻ നിനക്ക് തിരിച്ചു തരികയാണ്. നീ അവിടെ പോയിട്ട് പഴയതുപോലെ തന്നെ സുഖമായിട്ട് താമസിച്ചോളൂ. ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിലും അതോടൊപ്പം തന്നെ പ്രീതിയിലും യാതൊരു കുറവുമില്ല. നീ എൻ്റെ സഹോദരനല്ലേ, അതുകൊണ്ട് നീ പോയി സുഖമായി ജീവിച്ചുള്ളൂ എന്ന് പറഞ്ഞു. ബൃഹദശൻ കഥ തുടരുകയാണ്. തൻ്റെ സഹോദരനായിട്ടുള്ള പുഷ്കരനോട് ക്ഷമിച്ച് അവനെ ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിച്ചിട്ട് നളൻ അവൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന രാജ്യവും ധനവുമെല്ലാം തിരിച്ചു നൽകി. പുഷ്കരൻ നളന്റെ മഹാത്മ്യം മനസ്സിലാക്കി നളന്റെ കാൽക്കല് പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു, ഭവാൻ വളരെ മഹാനാണ്. ഭവാൻ നശിക്കാത്ത കീർത്തിയോട് കൂടിയിട്ട് 10,000 വർഷം ഈ രാജ്യം ഭരിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപരാധിയായിട്ടല്ല, എന്നോട് ക്ഷമിച്ച് എൻ്റെ പ്രാണനും എൻ്റെ സ്വത്തും തിരിച്ചു തന്ന ഭവാന് എല്ലാവിധത്തിലുള്ള സുഖങ്ങളും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ബൃഹദശൻ കഥ തുടരുകയാണ്. നളനോടൊപ്പം 1 മാസം സന്തോഷത്തോടു കൂടിയിട്ട് നിഷേധത്തിൽ കഴിഞ്ഞ പുഷ്കരൻ 1 മാസം പുഷ്കരനും നളനും ഒരുമിച്ച് അവിടെ സന്തോഷത്തോടു കൂടിയിട്ട് കഴിഞ്ഞു. അതിനുശേഷം നളൻ തൻ്റെ കൊട്ടാരത്തിലേക്ക് സന്തോഷത്തോടു കൂടിയിട്ട് പ്രവേശിച്ചു. ഇതറിഞ്ഞിട്ടുള്ള പ്രജകളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കാഴ്ചവസ്തുക്കളുമൊക്കെ ആയിട്ട് വന്നിട്ട് നളനെ കൂട്ടമായിട്ട് കാണാൻ വേണ്ടിയിട്ട് തുടങ്ങി. ജനങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു, ഭവാനെ, അങ്ങയുടെ തിരിച്ചുവരവ് ഞങ്ങൾക്കെല്ലാം വളരെ ആശ്വാസമാണ് തന്നിരിക്കുന്നത്. ദേവലോകത്തിലേക്ക് ദേവേന്ദ്രൻ തിരിച്ചു വന്നപ്പോൾ ദേവതകൾ സന്തോഷിക്കുന്നത് പോലെ ഞങ്ങളെല്ലാവരും അങ്ങയുടെ തിരിച്ചുവരവിൽ അങ്ങേയറ്റം സന്തോഷത്തിലാണെന്ന് പറഞ്ഞു. അങ്ങനെ നഗരം വളരെ ശാന്തമായതിനു ശേഷം വലിയ ആഘോഷം അവിടെ നടക്കുന്ന സമയത്ത് നളൻ ദമയന്തിയെ ആനപ്പുറത്തേറ്റി തൻ്റെ രാജ്യത്തേക്ക് ആനയിച്ചു. ഭീമസേനൻ തൻ്റെ മകളെ യഥാവിധിയുള്ള ധനത്തോടു കൂടിയിട്ട് തൻ്റെ മകളുടെ ഭർത്താവായിട്ടുള്ള നളൻ്റെ രാജ്യത്തേക്ക് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പറഞ്ഞു വിട്ടു. ഇന്ദ്രൻ ദേവലോകത്തെ ഭരിക്കുന്നത് പോലെ നളൻ ജംബുദ്വീപത്തെ മുഴുവനും അടക്കി ഭരിച്ചു. നളൻ്റെ ഭരണത്തിൽ ജനങ്ങളെല്ലാം വളരെയധികം സന്തുഷ്ടരായി തീർന്നു. നളനും ദമയന്തിയും ചേർന്ന് വളരെക്കാലം ആ നഗരത്തെ, ആ ജംബുദ്വീപത്തെ അടക്കി ഭരിച്ചു. ജനങ്ങളെല്ലാവരും അവരുടെ ഭരണത്തിൽ വളരെയധികം തൃപ്തരായിരുന്നു. ബൃഹദശൻ കഥ തുടരുകയാണ്. ഇപ്രകാരം നളൻ 4 വർഷമാണ് അതികഠിനമായിട്ടുള്ള ദുഃഖത്തിൽപ്പെട്ടത്. ആ സമയത്ത് നളനെയും ദമയന്തിയും സഹായിക്കാൻ വേണ്ടിയിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ അങ്ങ് നോക്കൂ, അങ്ങയുടെ ചുറ്റും ഇഷ്ടം പോലെ ബ്രാഹ്മണരെ പൂജകളും അവരുടെ യജ്ഞങ്ങളും ഒക്കെ ആയിട്ട്
കഥാകഥനങ്ങളുമൊക്കെ ആയിട്ട് അങ്ങയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ടത്തിലുണ്ട്. അങ്ങയുടെ പത്നി അങ്ങയുടെ കൂട്ടത്തിലുണ്ട്. അങ്ങയുടെ സഹോദരങ്ങളും അങ്ങയുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ എന്തിനാണ് ഭവാൻ ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ നളനുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഭവാന് ദുഃഖിക്കാൻ വേണ്ടിയിട്ട് എന്താണുള്ളത്? ഭവാൻ ദുഃഖിക്കേണ്ട ഒരു ആവശ്യവുമില്ല. യുധിഷ്ഠിര, ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിന്നോട് പറയുകയാണ്. ഇപ്രകാരം നാഗരാജാവായിട്ടുള്ള കാർക്കോടകന്റെയും നളന്റെയും ദമയന്തിയുടെയും രാജർഷിയായിട്ടുള്ള ഋതുപർണനെയും കുറിച്ചിട്ടുള്ള കഥനം അത് കലിബാധ നീക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു കാര്യമാണ്. കാർക്കോടകസ്യ നാഗസ്യ ദമയന്ത്യ നളജസ്യ ഋതുപർണ രാജർഷ കീർത്തനം കലിനാശനം. അപ്പം ഇവരെ കുറിച്ചിട്ടുള്ള വർണ്ണനം എല്ലാ സമയത്തും കലിയുടെ പിടിയിൽ നിന്ന് നമ്മളെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് യുധിഷ്ഠിര, നളനെ കുറിച്ചിട്ടുള്ള ഈ ഒരു കഥാകഥനം അത് കേൾക്കുന്നതും പറയുന്നതും കലിയുടെ ബാധയിൽ നിന്ന് മുക്തമാക്കാൻ വേണ്ടിയിട്ട് എല്ലാ കാലത്തും ആളുകളെ പ്രാപ്തരാക്കുന്ന ഒരു കാര്യമാണ്. നിത്യവും മഹത്തായിട്ടുള്ള ഈ നളചരിതം കേൾക്കുന്നവർക്ക് ഒരിക്കലും ധനത്തിന് ഒരു മുട്ടുമുണ്ടാകില്ല. മഹാലക്ഷ്മി എന്നും അവരെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അവർക്ക് പുത്രപുത്രന്മാർ വർദ്ധിക്കുകയും പശുധനം എന്നിവ ദിവസം തോറും വർദ്ധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കും. അതിൽ യാതൊരു സംശയവുമില്ല. യുധിഷ്ഠിര, നീ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ചൂതിൽ ഭ്രമമുള്ള നിന്നെ വീണ്ടും ആരെങ്കിലും ചൂതിന് വേണ്ടിയിട്ട് ക്ഷണിക്കുമോ എന്നുള്ള കാര്യം. അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് നിനക്ക് ഞാൻ അക്ഷഹൃദയജ്ഞാനം പറഞ്ഞു തരാം. ഭവാൻ അത് പഠിച്ചാലും അങ്ങനെയാണെങ്കിൽ ഭവാനെ ആർക്കും ഇനി ചൂതുകളിക്ക് തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുകയില്ല. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരൻ ബൃഹദശ്വനോട് പറഞ്ഞു, അങ്ങ് ദയവേത് എനിക്ക് അക്ഷഹൃദയജ്ഞാനം പറഞ്ഞു തന്നാലും. വൈശമ്പായനൻ പറയുകയാണ്. ബൃഹദശ്വൻ ആ സമയത്ത് യുധിഷ്ഠിരന് അക്ഷഹൃദയജ്ഞാനവും അതോടൊപ്പം തന്നെ അശ്വഹൃദയജ്ഞാനവും പറഞ്ഞു കൊടുത്തു. ഈ രണ്ട് വിശേഷപ്പെട്ട വിദ്യകളും ബൃഹദശ്വന് അറിയാമായിരുന്നു. അത് രണ്ടും മഹാതാപസയായിട്ടുള്ള ബൃഹദശ്വൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തു. ബൃഹദശ്വൻ കഥ പറഞ്ഞ് പോയതിനു ശേഷം അർജുനൻ വായു മാത്രം ഭക്ഷിച്ചുകൊണ്ട് പല പല തീർത്ഥങ്ങളിലായിട്ട് തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ യുധിഷ്ഠിരൻ പല പല താപസികളിൽ നിന്നും അറിയാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഇതോടുകൂടിയിട്ട് നളോപാഖ്യാന പർവ്വം അവസാനിക്കുകയാണ്. പുതിയൊരു ഉപാധ്യായത്തിലേക്ക് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ കടക്കും. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് കേട്ട എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ക്ഷണിച്ചുവിടുന്നു. എല്ലാവർക്കും നമസ്കാരം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.